സ്വാഭാവികമായിട്ടും മാത്തച്ചൻ ചാനലിന് മുമ്പാകെ എൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് പറയുമ്പോൾ മറുപടി പറയാതിരിക്കാൻ ഒരു നാട്ടുകാരൻ എന്നുള്ളതിലേക്ക് എനിക്ക് കഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ വന്നതാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് മാത്തച്ചൻ്റെ ആരോപണങ്ങൾ കൃത്യമായി മറുപടി നൽകേണ്ട ഒന്നാണ്. ഇങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചതിനോട് എനിക്ക് അദ്ദേഹത്തോട് വല്ലാതെ മതിപ്പ് തോന്നിയിട്ടുണ്ട്. 26/7/95 വരെ നജാത്താണ് എനിക്ക് ശമ്പളം തന്നത്. ആ ശമ്പളം തന്നത് സ്വാഭാവികമായിട്ടും ഒരു ജോലിക്കുള്ള പ്രതിഫലമായി കിട്ടുന്ന ഒന്നാണ്, ഔദാര്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക, ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കരുവാരൂർ ഡിവിഷനിൽ നിന്ന് മാത്യു സെബാസ്റ്റ്യൻ മത്സരിക്കേണ്ട സാഹചര്യമാണ് എനിക്ക് പറയാനുള്ളത്. മാത്തച്ചൻ അവിടെ മത്സരിക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൊണ്ടാണ് മത്സരിക്കുന്നത്. മാത്തച്ചൻ്റെ പിന്നിൽ ഇവരായിരുന്നു. എന്താണ് അതിന് കാരണം? അവിടെ പ്രിൻസിപ്പൽസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അക്കാലത്തെ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഹൈദലി ശിഹാബ് തങ്ങൾ നിരന്തരമായി ഇടപെടലുകൾ നടത്തി നിയമവിധേയമായ മാർഗ്ഗങ്ങളിലൂടെ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞതോടുകൂടി ഹമീദ് ഫൈസിക്ക് പ്രിൻസിപ്പാളാകാനുള്ള മോഹം നഷ്ടപ്പെടുകയും അത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായി പകയായി മാറുകയും ആ പക വീട്ടാനുള്ള അവസരമായി 2016 തെരഞ്ഞെടുപ്പിനെ കാണുകയും ചെയ്തു. അങ്ങനെ മാത്തച്ചൻ സ്ഥാനാർത്ഥിയാവുന്നു. മാത്തച്ചന് വേണ്ടി കോഴിക്കോട് നിന്ന് ഏകദേശം 10,000-ഓളം നോട്ടീസുകൾ ഈ കരുവാരക്കുണ്ടിൻ്റെ വിവിധ ഡിവിഷനുകളിൽ വിതരണം ചെയ്യാൻ സുപ്രഭാതം പത്രത്തിൻ്റെ കെട്ടുവഴി വരുന്നു എന്നതാണ് ഏറ്റവും രസകരമായ സംഭവം. നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഹമീദ് ഫൈസി ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നു. കരുവാരക്കുണ്ട് കിഴക്കേത്തലയിലുള്ള മരനാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹമീദ് ഫൈസിൻ്റെ കൂടെ മെമ്പർ മെമ്പർ കൂടിയ വാക്കോട് മെഴുകുട്ടി പങ്കെടുത്തിട്ടുണ്ട്. ഏതാനും പ്രവർത്തകരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പോലീസിന്റെ സാന്ദർഭികമായ ഇടപെടലുകൾ കാരണം വാർത്താ സമ്മേളനം നിർത്തിവെച്ച് അവിടെ പോകേണ്ടി വന്നു. FYSന്റെ വർക്കിംഗ് സെക്രട്ടറി എന്ന തസ്തികയിൽ നിന്ന് ആ പോസ്റ്റിൽ നിന്ന് ഇയാൾ ഹൈദലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇപ്പോഴത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ സസ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈദലി ശിഹാബ് തങ്ങൾ വരെയുള്ള പണ്ഡിതന്മാർ അല്ല സാദാത്യങ്ങളെ അല്ലെങ്കിൽ തങ്ങന്മാരെ അംഗീകരിക്കുന്നു. അവിടുന്ന് ശേഷമുള്ളവരായിട്ടാണ് പ്രശ്നം എന്നാണ് ശരിയാർ വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്തച്ചന് വേണ്ടി അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ മാത്യു സെബാസ്റ്റ്യൻ സമസ്തയോടും ധാരണജാത്തിനോടും പ്രത്യേകിച്ച് ഈ വ്യക്തിയോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. CAC-യുമായി ബന്ധപ്പെട്ട മതകാര്യങ്ങളിലുള്ള തീർപ്പ് കൽപ്പിക്കുന്നത് കോഴിക്കോട്ടുകാരനായ പ്രശാന്താണ്. അപ്പോൾ സമസ്തയുമായി ബന്ധപ്പെട്ട പ്രശ്നം മീഡിയകൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ വരുന്ന രണ്ടാളുകളിൽ ഒന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് മാത്യു സെബാസ്റ്റ്യനും മറ്റൊന്ന് പ്രശാന്തുമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ധാരണജാത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള ചാനൽ തന്നെ 2-3 അതിലധികം വാർത്തകൾ കൊടുത്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ മാത്യു സെബാസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തുകയും അതിനെക്കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ഉസ്സൻ നമ്മോട് സംസാരിക്കുകയാണ്. ഉസ്സനോട് അതിനെപ്പറ്റി ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കേരള ചാനലിന്. ഉസ്സൻ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കൃത്യമായി നിങ്ങൾ ചോദിക്കണം. ഒന്ന്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോഴാണ് ആളുകൾക്കിടയിൽ ഇത് കൃത്യമായി വ്യക്തമാക്കപ്പെടുന്നത്. ഇപ്പോൾ മാത്യു സെബാസ്റ്റ്യൻ പറഞ്ഞു ഇത് ഈ ബോധപൂർവം ഈ സ്ഥാപനത്തിനെതിരെ നടത്തുന്ന ഒരു ആരോപണമാണത്. ഈ ഫൈസിയെയും അതായത് അമ്പലക്കടവ് ഫൈസിയെയും അതുപോലെ തന്നെ പ്രസ്ഥാനത്തെയും തകർക്കാനാണ് അത് ഉപകരിക്കുക. അതുകൊണ്ട് ഈ നജാത്തിന് വലിയ നഷ്ടം സംഭവിക്കും. ഇങ്ങനെ അതുമാത്രമല്ല, ഈ ഹുസ്സൻ അവിടെ പഠിച്ചു അവിടെ വളർന്ന് അവിടുന്ന് ജോലി നേടി ആ ജോലി കൊണ്ട് പെൻഷൻ മേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് എന്ന് തുടങ്ങിയൊരു ആരോപണം ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്ത് മാത്തച്ചൻ്റെ ആരോപണങ്ങൾ കൃത്യമായി മറുപടി നൽകേണ്ട ഒന്നാണ്. ഇങ്ങനെയൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചതിനോട് എനിക്ക് അദ്ദേഹത്തോട് വല്ലാതെ മതിപ്പ് തോന്നിയിട്ടുണ്ട്. കാരണം കൃത്യമായ മറുപടി ഇതിനാവശ്യമാണല്ലോ. ഒന്ന്, ഞാൻ അവിടെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്നെ അവർ വളർത്തിയിട്ടുമില്ല. ഞാൻ പഠിച്ചത് എവിടെയെന്ന് മാത്യു സെബാസ്റ്റ്യന് കൃത്യമായിട്ട് അറിയാം. 981 SLC ബാച്ച് ഞാനും മാത്യു സെബാസ്റ്റ്യനും ഒന്നിച്ചാണ്. പ്രീ ഡിഗ്രി പയനിയർ കോളേജിൽ മാത്യു സെബാസ്റ്റ്യനും ഞാനൊരു ബെഞ്ചിലാണ് ഇരുന്ന് പഠിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ മമ്പാട് കോളേജിൽ പോകുന്നു, മാത്തച്ചൻ ബിസിനസ്സിലേക്ക് തിരിയുന്നു. മമ്പാട് കോളേജിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം ജോലി ആവശ്യാർത്ഥം നജാത്ത് വിളിച്ചപ്പോൾ അവിടെ പോകുന്നു. അതിങ്ങനെ 1987 സെപ്റ്റംബർ 4 മുതൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. 26/7/95 വരെ നജാത്താണ് എനിക്ക് ശമ്പളം തന്നത്. ആ ശമ്പളം തന്നത് സ്വാഭാവികമായിട്ടും ഒരു ജോലിക്കുള്ള പ്രതിഫലമായി കിട്ടുന്ന ഒന്നാണ്, ഔദാര്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്യു സെബാസ്റ്റ്യന് ധാരാളം ഫീൽഡുകളുണ്ട്. കാർഷിക മേഖലയിലുണ്ട്, കച്ചവട രംഗത്തുണ്ട്, മറ്റെല്ലാ മേഖലകളിലുണ്ട്. ധാരാളം തൊഴിലാളികളുണ്ട്. ഈ തൊഴിലാളികൾക്കൊക്കെ മാത്യു പ്രതിവാരം ശമ്പളം കൊടുക്കുന്നത് ഔദാര്യമാണോ അത് പണിക്കൂലിയാണോ എന്നുള്ളത് വ്യക്തമാക്കണം. 2, ബോധപൂർവം എന്നുള്ള പ്രയോഗം ശരിയാണ്. ഒരു പരാതി ഞാൻ എഴുതി കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ കൃത്യമായ ബോധപൂർവം എഴുതുമ്പോഴാണ് അത് കൃത്യമായ പരാതിയാകുന്നത്. അബോധാവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അത് അല്ലാതായി മാറുന്നത് എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം. ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച
ഹുസ്സന് ഈ പ്രസ്ഥാനത്തെ തകർക്കാനാണ് ചില ഈ ഫൈസിക്കെതിരെ ഉള്ള ഒരു മുൻവിധിയോട് കൂടിയിട്ട് അദ്ദേഹത്തെ ഒന്ന് മോശമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഫലമാണ് എന്നൊരു ആരോപണം വന്നിട്ടുണ്ട്. ഹമീദ് ഫൈസി നജാത്ത് അറബിക് കോളേജിലേക്ക് വരുന്നത് 98, 99 കാലഘട്ടങ്ങളിലാണ്. അതായത് കോളേജിന് അംഗീകാരം കിട്ടിയത് 26/7/95 ഈ കോളേജിന് അംഗീകാരം കിട്ടിയതിന് ശേഷം ഇവിടെ ജോലി ആവശ്യാർത്ഥം മാത്രമാണ് ഫൈലിയായ ഹമീദ് ഫൈസി ഫറൂഖ് റൗലത്തുൽ ഉലൂം അറബിക് കോളേജ് മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്ന കോളേജാണ്. അവിടെ പോയി PG എടുത്ത് ഒരു 33 വയസ്സായിട്ടാണ് അദ്ദേഹം ജോലിയിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ 97, 98 കാലഘട്ടം മുതൽ നജാത്തിലെ ആദ്യം സമാന്തര അറബിക് കോളേജിലെ അധ്യാപകനായിട്ടും 3/3/99 മുതൽ അവിടുത്തെ എയ്ഡഡ് കോളേജിലെ അധ്യാപകനായിട്ടും ഹമീദ് ഫൈസി അവിടെ വന്നു. 87 മുതൽ ഞാനുണ്ടല്ലോ. ഹമീദ് ഫൈസി അവിടെ വരുന്നതിൻ്റെ 12 കൊല്ലങ്ങൾക്ക് മുമ്പ് നജാത്തിൽ ജോലി തുടങ്ങിയ ആളാണ് ഞാൻ. ഹമീദ് ഫൈസി 2009 റിട്ടയർ ആവുന്നു. ഞാൻ 2021 നവംബർ 30 റിട്ടയർ ആകുന്നു. അപ്പോൾ ഈ ഹമീദ് ഫൈസി ഞാനും തമ്മിലുള്ള ബന്ധം കൃത്യമായി 97 മുതൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ മാത്തച്ചൻ ഹമീദ് ഫൈസിയുമായി ബന്ധപ്പെടുന്നത് 2016 ശേഷം മാത്രമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഇലക്ഷൻ ആയിരിക്കും. 2016 ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കരുവാരൂർ ഡിവിഷനിൽ നിന്ന് മാത്യു സെബാസ്റ്റ്യൻ മത്സരിക്കേണ്ട സാഹചര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതിനു മുമ്പ് മാത്യു പുന്നക്കാട് ഡിവിഷനിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ മാത്തച്ചൻ അവിടെ മത്സരിക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൊണ്ടാണ് മത്സരിക്കുന്നത്. മാത്തച്ചൻ്റെ പിന്നിൽ ഇവരായിരുന്നു. എന്താണതിന് കാരണം? 99 ഫെബ്രുവരി 1 KT മാനമുസ്ലിയാർ വഫാത്താകുന്നു. അതിനുശേഷമാണ് ഇഷ്യൂസൊക്കെ തുടങ്ങുന്നത്. അവിടെ പ്രിൻസിപ്പൾസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അക്കാലത്തെ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ നിരന്തരമായ ഇടപെടലുകൾ നടത്തി നിയമവിധേയമായ മാർഗങ്ങളിലൂടെ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞതോടുകൂടി ഹമീദ് ഫൈസിക്ക് പ്രിൻസിപ്പാളാകാനുള്ള മോഹം നഷ്ടപ്പെടുകയും അത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായി പകയായി മാറുകയും ആ പക വീട്ടാനുള്ള അവസരമായി 2016 തെരഞ്ഞെടുപ്പിനെ കാണുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തെരഞ്ഞെടുപ്പിൽ ആരാ മത്സരിച്ചത്? TP അഷ്റഫ് അലിയാണ്. MSFൻ്റെ നേതാവ് കൂടിയായ TP അഷ്റഫ് അലിക്കെതിരെ മാത്തച്ചനെ രംഗത്തിറക്കുന്നത് ഈ വിഭാഗമാണ്. അന്നാണ് ഷജറകൾ ഒരുപക്ഷെ പ്രത്യക്ഷമായി ഇതുപോലെയുള്ള പൊതുരംഗങ്ങളിലേക്ക് കടന്നു വന്നത്. അങ്ങനെ മാത്തച്ചൻ സ്ഥാനാർത്ഥിയാവുന്നു. മാത്തച്ചന് വേണ്ടി കോഴിക്കോട് നിന്ന് ഏകദേശം 10,000-ഓളം നോട്ടീസുകൾ ഈ കരുവാരക്കുണ്ടിൻ്റെ വിവിധ ഡിവിഷനുകളിലേക്ക് വിതരണം ചെയ്യാൻ സുപ്രഭാതം പത്രത്തിൻ്റെ കെട്ടുവഴി വരുന്നു എന്നതാണ് ഏറ്റവും രസകരമായ സംഭവം. അതിൽപ്പെട്ടൊരു നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ അതുമായി ജില്ലാ കളക്ടറുടെ അടുത്ത് പോയി പരാതി കൊടുത്തു. TP അഷ്റഫ് അലിയുടെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് ഞാനായിരുന്നു. അതുകൊണ്ട് പോയത്. ആ നോട്ടീസായിട്ട് പരാതി കൊടുക്കേണ്ടി വന്നു. ഉടനെ തന്നെ എന്തുണ്ടായി? നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഹമീദ് ഫൈസി ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നു. കരുവാരക്കുണ്ട് കിഴക്കേത്തലയിലുള്ള മരനാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹമീദ് ഫൈസിൻ്റെ കൂടെ മുഷാവറ മെമ്പർ കൂടിയായ വാക്കോട് മൊയ്തീൻകുട്ടി പങ്കെടുത്തിട്ടുണ്ട്. ഏതാനും പ്രവർത്തകരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ സാന്ദർഭികമായ ഇടപെടലുകൾ കാരണം വാർത്താ സമ്മേളനം നിർത്തിവെച്ച് അവിടുന്ന് പോകേണ്ടി വന്നവർക്ക് ആക്രമണം നടത്തിയിട്ടില്ല. അത് വളരെ ആക്രമണമല്ല നടത്തിയത്. സ്വാഭാവികമായിട്ടും നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ എല്ലാവിധ പ്രചരണങ്ങളും തലേന്ന് അവസാനിച്ചിരിക്കുമല്ലോ. പ്രചരണം അവസാനിച്ചതിന് ശേഷം നിശബ്ദമായി പ്രചരണം നടത്തേണ്ട സമയത്ത് വാർത്താ സമ്മേളനം വിളിക്കുന്നത് എന്താണ്? തെറ്റാണ്. അപ്പോൾ സ്വാഭാവിക UDFൻ്റെ പ്രവർത്തകർ അവിടെ കയറി ചെല്ലും. ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കയറി ചെന്നിട്ട് ഇത് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുമല്ലോ. അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. പോലീസ് ഇടപെടുന്നു. ഇവരവിടുന്ന് പറഞ്ഞയക്കുന്നു. ഉടനെ തന്നെ SYSൻ്റെ വർക്കിംഗ് സെക്രട്ടറി എന്ന തസ്തികയിൽ നിന്ന്, ആ പോസ്റ്റിൽ നിന്ന് ഇയാളെ ഹൈദരലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇപ്പോഴത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ സസ്പെൻഡ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? സസ്പെൻഡ് ചെയ്തു. ഈ
ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈദർലി ശിഹാബ് തങ്ങൾ വരെയുള്ള പണ്ഡിതന്മാർ അല്ല സാദാത്യങ്ങളെ അല്ലെങ്കിൽ തങ്ങന്മാരെ അംഗീകരിക്കുന്നു, അവിടുന്ന് ശേഷമുള്ളവരായിട്ടാണ് പ്രശ്നമെന്നാണ് ഷജർ വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഹൈദർലി ശിഹാബ് തങ്ങൾ SYSൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആലിക്കുട്ടി മുസ്ലിയാരോട് പറഞ്ഞ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാവാം ഇയാളെ സസ്പെൻഡ് ചെയ്തല്ലോ. ആ സസ്പെൻഡ് ചെയ്തതിനെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, ഇതൊക്കെ മാത്തച്ഛന് വേണ്ടി അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ മാത്യു സെബാസ്റ്റ്യൻ സമസ്തയോടും ധാരണജാത്തിനോടും പ്രത്യേകിച്ച് ഈ വ്യക്തിയോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. മാത്രവുമല്ല, ഇപ്പോൾ ഏറ്റവും രസകരമായ സംഭവം CACയുമായി ബന്ധപ്പെട്ട മതകാര്യങ്ങളിലുള്ള തീർപ്പ് കൽപ്പിക്കുന്നത് കോഴിക്കോട്ടുകാരനായ പ്രശാന്താണ്. അപ്പോൾ സമസ്തയുമായി ബന്ധപ്പെട്ട പ്രശ്നം മീഡിയകൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ വരുന്ന രണ്ടാളുകളിൽ ഒന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് മാത്യു സെബാസ്റ്റ്യനും മറ്റൊന്ന് പ്രശാന്തുമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് മനസ്സിലാക്കാതെ പോകുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാമല്ലോ, ഞാൻ ഈ ചാനലുകൾക്ക് മുമ്പായി വന്ന് പറഞ്ഞത് മുഴുവൻ ധാർണജാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിന് കൃത്യമായൊരു മറുപടി ഈ നിമിഷം വരെ ആരും നൽകിയിട്ടില്ല. പിന്നെ പ്രതികരിക്കുന്നത് മാത്തച്ഛനാണ്. എനിക്ക് ഓർമ്മ വരുന്നത് പഴയ കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ കല്യാണം ഉണ്ടാവും, കുറുക്കല്യാണം ഉണ്ടാവും. കല്യാണത്തിന് ആരാ പോവുക? ക്ഷണിച്ചവരാണ് പോവുക. കുറുക്കല്യാണത്തിന് ആർക്കും പോകാം, അവിടെ പൈസ കൊടുത്താൽ മതിയല്ലോ, ആരെയത്തിനും കൊടുത്തു വിട്ടാൽ മതി. ഇങ്ങനെ ഇവരുടെ പ്രതിനിധിയായിക്കൊണ്ട് ഈ പറയപ്പെടുന്ന സ്ഥാപനത്തിൻ്റെയോ സംഘടനയോ പ്രതിനിധിയായിക്കൊണ്ട് മാത്തച്ഛനെ പറഞ്ഞയച്ചതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാനവനെ കുറ്റപ്പെടുത്തുന്നില്ല. സ്വാഭാവികമായിട്ടും മാത്തച്ഛൻ അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം. കാരണം മാത്തച്ഛൻ ഇവരോട് പൂർണ്ണമായും ആജീവനാന്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കടപ്പെട്ടിരിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കഴിഞ്ഞ പ്രാവശ്യം താങ്കൾ ഇതേക്കുറിച്ച് ഒരു കേസ് കൊടുത്തു. ഇതിവിടെ നടന്ന നിയമന തട്ടിപ്പില് അതുകൊണ്ട് സർക്കാരിനെ വഞ്ചിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സർക്കാരിൽ നിന്ന് ഇവർക്ക് അനുകൂലമായ ഒരു ക്ലീൻ ചിറ്റ് കിട്ടിയതായി കേൾക്കുന്നുണ്ട്. എന്താണ് എൻ്റെ അഭിപ്രായം? സർക്കാരിനെതിരെയാണ് ഞാൻ കേസ് കൊടുത്തത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഞാൻ പരാതി കൊടുത്തത് വണ്ടൂർ AOക്ക്. ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ അപ്പുണ്ണിയായിരുന്നു AO കരുവാറുണ്ട്. കാരണം പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണം നടത്തും. അന്വേഷണം നടത്താൻ വേണ്ടി വരുമ്പോൾ അവരാവശ്യപ്പെടുന്ന രേഖകളൊക്കെ കൈമാറുന്നത് ഞാനല്ലല്ലോ, ഞാൻ അന്വേഷണ സംഘത്തോടൊപ്പമല്ലല്ലോ. ഞാൻ അവിടെ ആവശ്യപ്പെട്ടത് ദാറുന്നജാത്ത് ഓർഫനേജ് UPU സ്കൂളിൽ നിയമനവുമായി ബന്ധപ്പെട്ട് മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ട്, അന്വേഷിക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇവർ വന്ന് അന്വേഷിക്കുമ്പോൾ അവർ ചോദിക്കുന്ന മെറ്റീരിയൽ എവിഡൻസിൻ്റെ ഭാഗമായി അവർക്ക് നൽകപ്പെട്ട റെക്കോർഡുകളൊക്കെയും ആ സ്കൂൾ നൽകിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരെ റിപ്പോർട്ട് പോകുന്നത്. അപ്പോൾ കുറ്റക്കാരാണ് സ്കൂളാണ് എന്നത് ഒന്നാമത്തെ അന്വേഷണത്തിൽ നിന്ന് തന്നെ AOക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഏകദേശം ഒരു 9 പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അയാൾ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് DPAക്ക് നൽകുകയാണ്, ഒരു കോപ്പി DDക്കും നൽകുകയാണ്. DPA അത് ആ റിപ്പോർട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടിൽ കഴമ്പുണ്ടെന്നും അതുകൊണ്ട് മലപ്പുറം DD കുറ്റാർക്കെതിരെ ഒരു അന്വേഷണം കൂടി നടത്തി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായി മലപ്പുറം DDയിൽ നിന്നും അന്വേഷണം വന്നു. അവരും ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള രേഖകളാണ് അവർക്കും കണ്ടെത്തിയത്. അപ്പോൾ അവർ റിപ്പോർട്ട് കൊടുത്തു. ഈ റിപ്പോർട്ട് DPA പരിശോധിച്ച് സർക്കാരിന് കൊടുക്കുന്നു. സർക്കാർ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു? ഒന്നാമതായി ആ സർക്കാർ റിപ്പോർട്ട് കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ 15 ദിവസത്തിനകം നടപടി സ്വീകരിച്ച് സർക്കാരിനെ അറിയിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും ശരിയാണ് എന്നാണല്ലേ? ഞാൻ പറഞ്ഞതൊക്കെയും ശരിയാണ്. അതാണല്ലോ ഇപ്പോൾ കാണുന്നത്. അവിടേക്ക് എത്തി. പിന്നെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ടും മാത്യു സെബാസ്റ്റ്യനെ ഇവർക്ക് ആശ്രയിക്കാതിരിക്കാൻ കഴിയില്ല. അന്ന് സ്വതന്ത്ര വേഷത്തിലാണ് മാത്യു സെബാസ്റ്റ്യൻ 2016 ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച മാത്തച്ഛൻ ഇന്ന് സ്വതന്ത്ര വേഷത്തിലല്ല. മാത്തച്ഛൻ ഭരണപക്ഷ CPMൻ്റെ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ CPMൻ്റെ എല്ലാ നേതാക്കളുമായി കൃത്യമായി ബന്ധം പുലർത്തി പോരുന്ന ആൾ കൂടിയാണ് ആര്? മാത്തച്ഛൻ. മറ്റൊന്ന് മാത്തച്ഛൻ മനസ്സിലാക്കേണ്ടതേ, മാത്തച്ഛന് നിയമങ്ങളൊക്കെ അറിയാലോ. ഞാൻ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിരന്തരമായി മാത്തച്ഛൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഇന്ന് ആ മാത്തച്ഛനോട് എനിക്ക് പറയാനുള്ളത്, മാത്തച്ഛൻ അവിടെ TM ജേക്കബ് മെമ്മോറിയൽ ഒരു സ്കൂളിൻ്റെ മാനേജറാണ്. മാത്തച്ഛനെ എന്നോട് ചോദിച്ചല്ലോ, ഞാൻ അവിടെ ജോലി ചെയ്തിട്ടാണ് ശമ്പളം വാങ്ങിയത്, പെൻഷൻ വാങ്ങിയത്.
ആരുടെ പേരിലുള്ള സ്കൂളിൻ്റെ മാനേജറാണ് മാത്യു സെബാസ്റ്റ്യൻ? TM ജെ. ആ TN ജേക്കബിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടോ അനൂപ് ജേക്കബുമായി ബന്ധപ്പെട്ടോ മാത്തച്ഛൻ്റെ ഇപ്പോഴത്തെ ബന്ധം എന്താ? കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി TM ജേക്കബിൻ്റെ പേര് ദുരുപയോഗപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാകുമോ? ട്രസ്റ്റ് അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? TM ജേക്കബിൻ്റെ പേര്. ആ സ്കൂളിൻ്റെ മാനേജറാണ് ആര്? മാത്യു സെബാസ്റ്റ്യൻ. TM ജേക്കബ് ജീവിച്ചിരിക്കുമ്പോൾ ആ സംഘടനയുടെ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റാണ് ആര്? മാത്യു സെബാസ്റ്റ്യൻ. അന്ന് UDF അദ്ദേഹമുണ്ട്. അന്ന് സെക്രട്ടറി ആയിരുന്ന ആളാരാറിയോ? മാത്യു കാരാമ്പേലിയാ. മാത്യു കാരാമ്പേലി നിലമ്പൂർ. ആര്? എൻ്റെയും മാത്തച്ഛൻ്റെയൊക്കെ അധ്യാപകൻ. എന്നെയും മാത്തച്ഛനൊക്കെ എക്കണോമിക്സ് പ്രീഡിഗ്രിക്ക് പഠിപ്പിച്ച മാത്യു കാരാമ്പേലി സാറാണ് സെക്രട്ടറി. ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശിഷ്യൻ പ്രസിഡൻറ്റും അധ്യാപകൻ സെക്രട്ടറിയുമായ സംഘടന ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായിട്ടെങ്കിൽ ജേക്കബ് ഗ്രൂപ്പിൻ്റെ മലപ്പുറം ജില്ലാ സംഘടനയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. നോക്കിങ്ങൾ, ഇതാണ് അവസ്ഥ. എന്നിട്ട് എന്ത് ചെയ്തു? എങ്കിലും ഞാൻ പറയട്ടെ, ഈ സ്കൂള് മാത്തച്ഛന് വിലക്ക് വാങ്ങിയതാണ്. നിയമനങ്ങൾ നടത്താണ്ട് എയ്ഡഡ് സ്കൂളുകളാണ്. സ്വാഭാവികമായിട്ട് അതിന് വാങ്ങേണ്ടതൊക്കെ വാങ്ങുന്നുണ്ടാക്കാം. ഞാൻ അതിലൊന്നും വരുന്നില്ല. ഈ നിയമനം നടത്തുമ്പോൾ എയ്ഡഡ് സ്കൂളിൻ്റെ മാനേജർ പദവിക്ക് UP ആണെങ്കിൽ അംഗീകാരം നൽകേണ്ടത് അതാത് AU ആണ്. ഇൻഡിവിജ്വൽ മാനേജർമാർക്കാണ് AU അംഗീകാരം നൽകേണ്ടത്. ഒരു ട്രസ്റ്റോ ഒരു സൊസൈറ്റിയോ ആണ് അത് നടത്തിപ്പുകാരെങ്കിൽ അതിന് അംഗീകാരം നൽകേണ്ടത് AUയുടെ ശുപാർശ പ്രകാരം DP ആണ്. മാത്യു സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ ആ ഫയൽ ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. മാത്യു സെബാസ്റ്റ്യനെ മാനേജറായി അംഗീകരിച്ച ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് DP ആണ്. കോപ്പി മാത്യു സെബാസ്റ്റ്യൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ കൊടുത്തോളാം, എൻ്റെ കയ്യിൽ ആ കോപ്പി ഉണ്ട്. ഇത് മാത്തച്ഛൻ അറിയാലോ. അപ്പോൾ ഈ UP സ്കൂളിൻ്റെ മാനേജർ അങ്ങനെയല്ല വന്നത്, AU ആണ് അംഗീകരിച്ചു കൊടുത്തത്. തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് കാണും? ഇതൊരു സൊസൈറ്റിയാണ് ധാരണജാത്ത്. 984 മുതൽ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിൻ്റെ സ്കൂൾ മാനേജറിനോട് അംഗീകാരം നൽകാനുള്ള അധികാരം DPക്കാണ്. ഇവിടെ AO കൊടുത്തത് എങ്ങനെയെന്ന് വെച്ചാൽ തെറ്റിദ്ധരിപ്പിച്ച് കാണും. ഇത് ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ കൃത്യമായ നോട്ടങ്ങളും ഇല്ലാതെ കൊടുത്തതാണ്. അതായിരിക്കും അങ്ങനെ സംഭവിച്ചിരിക്കുക. സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ. നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ. +2 യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടുതലറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. സ്മാർട്ട് അബാക്കസ് 9447164411.